ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം മമ്മുക്ക പ്രകാശ് വർമ്മയുമായിട്ടുള്ളൊരു ചിത്രമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടൊരു സിനിമയാണ് ബ്ലാക്ക്. ചില പേര് ബ്ലാക്ക് ചിലപ്പോൾ നമ്മുടെ എനിക്ക് ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റുള്ള ഒന്നായിട്ട് ബ്ലാക്ക് മൂവിയാണ്. കാരണം അതിൽ കാരിക്കാമൂരി ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാൻസം ആൻഡ് ഒരു ടെറിഫിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് വെല്ലാനൊരു സിനിമയൊന്നും ഇതുവരെ മലയാളത്തിൽ അത്തരം ജോണറിൽ വന്നിട്ടില്ല. ഒരുപക്ഷെ ബിഗ് ബിയുടെ അത്രയും മഹാവിജയം അതേപോലെ തന്നെ ഒരു കിട്ടേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. ബിഗ് ബി ഫ്ലോപ്പായിരുന്നു സ്ക്രീനിങ്ങിൽ, പക്ഷേ അതിനുശേഷം അതൊരു ട്രെൻഡ് സെറ്റായി മാറിയ ഒരു സാധനം കൂടിയാണ്. പക്ഷേ അതേപോലെ തന്നെയാണ് നമ്മുടെ കാരിക്കാമൂരി ഷൺമുഖൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അത്ര ഗംഭീരമായ ഒരു സിനിമയായിരുന്നു. പക്ഷേ എന്തോ ഒരു കൊച്ചി കേന്ദ്രീകരിച്ച് ഇല്ലെങ്കിൽ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചൊരു സിനിമ വന്നു, ഗ്യാങ്സ്റ്റർ മൂവി വന്നു. പക്ഷെ അത് എല്ലാവർക്കും വർക്കായില്ല, അത് സത്യമാണ്. ഇപ്പോൾ ഇതാ ലോ ആൻഡ് ഓർഡർ വന്ന ഈ സിനിമയിൽ നമ്മുടെ കാരിക്കാമൂരി ഷൺമുഖനായിട്ട് വീണ്ടും നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ന്യൂസുകൾ വന്നു. ആ ന്യൂസിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ വന്ന് എല്ലാം വന്നു. ഇപ്പോൾ സിനിമയുടെ പേര് വന്നു. സിനിമയുടെ പേര് ലോ ആൻഡ് ഓർഡറാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ വേറൊരു ഗംഭീരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ 24-ാം തീയതി ജൂലൈ മാസം 24 സിനിമ റിലീസ് ചെയ്യാൻ പോകണം. അപ്പോൾ കാരിക്കാമൂരി ഷൺമുഖനെ ഇഷ്ടമില്ലാത്തവർ ചിലപ്പോൾ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് വിശ്വാസം. കാരണം അത്ര മനോഹരമായൊരു സിനിമയായിരുന്നു. അതിൽ അത്ര മനോഹരമായൊരു ക്യാരക്ടറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാരിക്കാമൂരി ഷൺമുഖൻ്റെ ഓരോ ഡയലോഗും എന്താ പറയുക, കൊച്ചി മട്ടത്തിൽ പോയി കഴിഞ്ഞ് നീയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ വിറയ്ക്കെന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എൻ്റെ മോനത് എന്ത് സാധനം. ഒരുപക്ഷെ ആ സിനിമ നമുക്ക് തിയേറ്ററിൽ കാണാൻ ഒരു അവസരം കിട്ടിയില്ല. കാരണം ഒരുപക്ഷെ ആ സമയങ്ങളിൽ നമുക്ക് ആ സിനിമയെ കുറിച്ചിട്ട് സിനിമയെ ഇത്തരം എന്താ പറയുക ഒരു സിനിമയെക്കുറിച്ചുള്ള വിവരമൊന്നുമില്ല. ഇന്ന് അധികം വിവരമുണ്ടെന്നില്ല, കുറച്ചുള്ള വിവരം വെച്ച് അന്ന് പോലും ഉണ്ടായിരുന്നില്ല. നമ്മളന്ന് സിനിമയ്ക്കുള്ള പിന്നെ ഇതൊക്കെ സിനിമ കാണാനുള്ള ഇത്രയും ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സിനിമ കാണാൻ അത്രയും ക്യാഷ് കിട്ടുക പറഞ്ഞാൽ നമ്മളൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇപ്പോഴാണല്ലോ ഒരു സ്വയം തൊഴിലൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സാധനം കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു റിലീസൊക്കെ വരികയാണെങ്കിൽ സിനിമ നമുക്ക് കാണാൻ പറ്റുന്നൊരു അവസരമായിരിക്കും. കാരണം അത്ര മനോഹരമായൊരു സംഭവമാണ്. ഈ കാരിക്കാമൂരി ഷൺമുഖൻ പറഞ്ഞ ആ ഒരു കട്ട മീശയും കറുപ്പും ഇട്ട് വന്നിട്ട് തോക്കും ചൂണ്ടയൊക്കെ വരുന്നൊരു സംഭവം, ആ ഒരു ഓറ എന്നല്ലേ, ആ സാധനം ഒരു വലിയൊരു ഓറയാണ്. അത്ര മനോഹരമായ സാധനത്തിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലോ ആൻഡ് ഓർഡർ പറഞ്ഞൊരു നമ്മുടെ രഞ്ജിത്തിൻ്റെ സിനിമയിൽ നമ്മുടെ കാരിക്കാമൂരി ഷൺമുഖൻ വരും എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കാണാൻ ഉദ്ദേശിക്കുന്നത് കാരിക്കാമൂരി ഷൺമുഖൻ എപ്പോൾ വരും. ഈ സിനിമ കാണാനായിട്ട് നമ്മൾ പോകുമ്പോഴും ഒരുപക്ഷെ ഈ സിനിമയിൽ എവിടെയാണ് ശ്രീ മമ്മൂട്ടി എന്ന വ്യക്തി വരാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റു നോക്കുന്നത്. കാരണം അത്ര മനോഹരമായൊരു ക്യാരക്ടറൈസേഷൻ അതിനുള്ളത്. പക്ഷേ വീണ്ടും അദ്ദേഹം അതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നപ്പോൾ വീണ്ടും കാരിക്കാമൂരി ഷൺമുഖനെ ഒരു കോട്ടറൊന്നും അറിയില്ലല്ലോ, ഒന്നുകൂടി സുന്ദരനായെന്നല്ലാതെ വേറൊരു സാധനം സംഭവിച്ചില്ല. അത് ഒരു ദൈവിക ഭാഗ്യം തന്നെയാണ് ഈ ശ്രീ മമ്മൂട്ടിക്ക് കിട്ടിയത് തന്നെ. കാരണം അത്രയും വലിയ ഇത്രയും ഏജായിട്ടും ഒരിക്കലും ആ ഒരു പഴയ ക്യാരക്ടർ റീക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് അതേ രൂപവും സദൃശവും അതേ ഫിറ്റ്നസ്സും മെയിൻറ്റെയിൻ ചെയ്യുക പറയുന്നത് ദാറ്റ്സ് എ ഗോഡ് ഗ്രേസ് ഓൺലി, റൈറ്റ്. എന്തായാലും അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഈ സിനിമ ലോ ആൻഡ് ഓർഡർ 24 വരട്ടെ. തിയേറ്ററിൽ ഫസ്റ്റ് ഡേ കാണാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ബ്ലാക്കിൻ്റെ എന്ന മൂവിയോ എനിക്ക് കാണാൻ പറ്റിയില്ല. കാരിക്കാമൂരി ഷൺമുഖൻ്റെ അഴിഞ്ഞായിട്ട് നമുക്കൊന്ന് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇതിലൊരു കുറച്ച് റോളെങ്കിലും ഇല്ലെങ്കിൽ പോലും ആ കുറച്ച് റോളെങ്കിലും ആ കാരിക്കാമൂരി ഷൺമുഖനായിട്ട് അഴിഞ്ഞാടുന്ന നമ്മുടെ സ്വന്തം മെഗാസ്റ്റാറിന് കാണാനുള്ളൊരു ആഗ്രഹവും കൊതിയും, ഇല്ലെങ്കിൽ ഒരു വേറെ വല്ലതും പറയാൻ പറ്റും, അങ്ങനെയും പറയാം. അപ്പോൾ അത്ര മനോഹരമായൊരു സാധനം ആയിരുന്നത്. അപ്പോൾ അതിനെ വെല്ലുന്നൊരു സംഭവമാകാൻ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ പ്രകാശ് വർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ട്രെൻഡ് സെറ്റാക്കി മാറിയതാണ് അല്ലേ അല്ലേ, അങ്ങനെ ഒരു സംഭവമാക്കി മാറ്റി. തുടരുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്, നീ ആരെയാണ് പിറപ്പിക്കുന്നത് ഇങ്ങനെ പറയുന്ന ഡയലോഗ് ഒരുപക്ഷെ അതൊരു ട്രെൻഡ് സെറ്റായിട്ട് മാറി. അതൊരു റീലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ ഒരു മീംസ് എന്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതൊരു ഡയലോഗ് വരുമ്പോൾ ഭയങ്കര ശരി, ഈ ആരുടെ എന്നെ പിറപ്പിക്കുന്നത് അങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ ഒരു സംഭവമാണ്. അത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയും അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിലാണ്. അതിൽ പ്രകാശ് എന്ന ഈ വ്യക്തിനെ അഭിനന്ദിച്ചേ പറ്റും. കാരണം ആ ഒരു സിനിമ അത്രയും ഗംഭീരമാകാൻ കാരണം നല്ലൊരു വില്ലൻ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ. പിന്നെ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഒരു ആക്ടിങ് പഴയൊരു രീതിയിലേക്ക് എത്തിയതും നല്ലൊരു അപ്രീസിയേഷനും. ആ സിനിമയിൽ മിസ്കാസ്റ്റിംഗ് ആയി വന്ന് ശോഭന മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ശോഭൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അനാവശ്യമായിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും സിനിമ ഒരു ഗംഭീരമായിട്ടുള്ള സംഭവമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഇവർ വരുമ്പോൾ ശ്രീ മമ്മൂട്ടിയായിട്ട് ഈ പ്രകാശ് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന്
കണ്ടറിയാനേ പറ്റുള്ളൂ. എന്തായാലും കാണാൻ പോണ പോരും. നമ്മൾ എന്തായാലും അധികം വൈകാതെ തന്നെ കാണാം. ഈ വരുന്ന 24-ാം തീയതി തന്നെ ഈ സിനിമ വരും. അപ്പോൾ അതിലേക്ക് ഹാരിക്കാമൂരി ഷൺമുഖൻ്റെ അഴിഞ്ഞാട്ടം എന്താണെന്നും അത് എങ്ങനെയാണെന്നൊക്കെ കാണാൻ നിങ്ങളെപ്പോലെ എനിക്കും ആഗ്രഹമുണ്ട്. എന്തായാലും രഞ്ജിത്ത് എന്നൊരു ഡയറക്ടറാണ് സിനിമയുടെ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു വല്ലാത്തൊരു ഒരു രസവും അതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത്രയും മലയാളീസുകൾക്ക് ഈ ഒരു മാസ്മരികമായ ഡയലോഗും മാസം കാണിപ്പിച്ച് ഒരുപാട് നമ്മളെ വഴിതെറ്റിച്ചൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും ഈ സിനിമ വരട്ടെ. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഈ സിനിമയ്ക്ക് നേരുന്നു. ഓക്കെ ഗൈസ്, എല്ലാവരും ഫുട്ബോൾ കാണുക, അടിച്ച് പൊളിക്കാം. ഓക്കെ, ബൈ, സി യു, ടേക്ക് കെയർ.